നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. UCL കിങ്സ് റയലിനെ കുറിച്ച് കളിക്ക് ശേഷം UCL കിങ്സിനെ പരാജയപ്പെടുത്തിയതിൽ എന്ത് ഫീലിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് മൈക്കൽ ഒലീസയോട് ചോദിക്കുന്നു. റിപ്പോർട്ടറുടെ ചോദ്യത്തിനുള്ള മറുപടി മൈക്കൽ ഒലീസ UCL കിങ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കളിയാക്കി ചിരിയാണ്. അപ്പോൾ വീണ്ടും താൻ പറഞ്ഞത് തെറ്റല്ല എന്ന് കാണിക്കാൻ വേണ്ടി റിപ്പോർട്ടർ പറയുന്നു അവർക്ക് 15 ട്രോഫീസ് ഉണ്ട്. പോലീസ് 15 ഉണ്ട് എന്ന് പറയുകയാണ്. ഒരു പുച്ഛഭാവം. ഏതായാലും ഇമോഷൻസ് ആഫ്റ്റർ ബീറ്റിംഗ് ദി കിങ് ഓഫ് ദി കോമ്പറ്റീഷൻ എന്നാണ് ചോദിക്കുന്നത്. അതായത് UCL കിങ്സ് ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും അധികം കിരീടം ചൂടിയതുകൊണ്ടാണല്ലോ അങ്ങനെ റയലിനെ വിശേഷിപ്പിക്കുന്നത്. പോലീസൊക്കെ അതങ്ങ് പിടിച്ചില്ല. അപ്പോൾ അദ്ദേഹം കിങ് ഓഫ് ദി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു കളിയാക്കി ചിരിയാണ്. ഏതായാലും അദ്ദേഹം ഇന്നലെ മികച്ച പ്രകടനമാണ് നടത്തിയത്, അക്കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിനാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കിട്ടിയത്. എന്തുകൊണ്ട് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഒലീസയ്ക്ക് കൊടുത്തു എന്നതിന് യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ ഗ്രൂപ്പ് പറയുന്നത് എങ്ങനെയാണ്? ബയണിൻ്റെ ബെസ്റ്റ് അറ്റാക്കിംഗ് പ്ലെയർ അദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ ഒരു മാഗ്നിഫിഷ്യൻ്റ് ഫിനിഷ് അദ്ദേഹം നടത്തുകയുണ്ടായി, മികച്ചൊരു ഗോൾ നടത്തുകയുണ്ടായി. എക്സലൻ്റ് ഓൾറൗണ്ട് പെർഫോമൻസ് ആണ് ഒലീസയിൽ നിന്ന് വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ ഗ്രൂപ്പ് അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. ഒലീസെ കളിക്ക് ശേഷം അദ്ദേഹം വലിയ ഹാപ്പിയിലാണ്. അദ്ദേഹം പറഞ്ഞ മറ്റു വാക്കുകൾ കൂടി നോക്കാം. അദ്ദേഹം പറയുന്നു, ഇത് ഒരു നല്ല ബാക്ക് ആൻഡ് ഫോർത്ത് മാച്ചായിരുന്നു. ഞങ്ങൾക്കറിയാമായിരുന്നു അവർ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുമെന്ന്. ആദ്യം ഗോൾ 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 എന്ന രൂപത്തിലാണ് കളി ആരംഭിച്ചത്. ദെൻ ഇവഞ്ച്വലി അത് കാം ഡൗൺ ആയി. തീർച്ചയായിട്ടും ഞങ്ങൾ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു, ഞങ്ങളുടെ അവസരങ്ങൾ മുതലെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞങ്ങൾ ആ ഒരു തിരിച്ചുവരവിന്, അവർ ലീഡ് എടുത്തതിന് ശേഷമുള്ള തിരിച്ചുവരവിന് ഞങ്ങൾ നന്നായിട്ട് തന്നെ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇൻ ദി എൻഡ് ഈ റിസൾട്ടിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. പിന്നെ ആ ഗോളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതിന് മുമ്പും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 5-6 തവണ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഗോളിന് തൊട്ടരികിൽ എത്തിയിരുന്നു. ഇത്തവണ അത് ഗോളായി മാറി. സോ ഇറ്റ് വാസ് നൈസ് ടു സ്കോർ എന്നുകൂടി ഒലീസ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.